ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചാനലിൽ എൻ്റെ അഭിപ്രായം പറയുന്നത് ഒരു TWSനെ കുറിച്ചാണ്, ട്രൂലി വയർലെസ്സിനെ കുറിച്ചാണ്. കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു എന്താ പറയുക, ആപ്പിളിൻ്റെ എയർപോഡ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇയർഫോൺ വേണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന ആപ്പിളിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എയർപോഡിനോട് ഏതാണ്ട് നല്ല സാമ്യമുള്ള ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു എയർ TWS ആണ് ഈ ബോട്ടിൻ്റെ എയർഡോപ്സ് 131 എന്നുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. 899 ഓഫർ ടൈമിൽ 899 രൂപ മുതൽ 1299 ഇതിനിടയിലാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. നമുക്കിത് ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ബോക്സ് വരുന്നത് നല്ല ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ നല്ല ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. അതേപോലെ തന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഈ കേസിൻ്റെ ഉള്ളിൽ നമ്മളുടെ 2 ഇയർ പീസ് ഉണ്ട്. അതേപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട്, കുഞ്ഞൊരു കേബിൾ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു സ്റ്റിക്കറും ഉണ്ട്, ബോട്ടിൻ്റെ ഒരു സ്റ്റിക്കർ കൂടെ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് ഈ ഒരു കേസിലോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് കാണിക്കാനായിട്ട് 3 LED ഇതിൽ കൊടുത്തിട്ടുണ്ട്, കേസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എല്ലാ കേസിലും വരുന്നതാണ്. നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രത്യേകതകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5 ആയതുകൊണ്ട് തന്നെ വൺസ് നമ്മളൊരു ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു ലാസ്റ്റ് പ്രീവിയസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുമായിട്ട് ഇത് കണക്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ കോള് റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കേസിൻ്റെ അടപ്പ് തുറന്നാൽ തന്നെ ഓട്ടോമാറ്റിക് ഫോണും ഈ കേസും തമ്മിൽ ഈ TWSും തമ്മിൽ കണക്ട് ആവുന്നു, നമുക്കത് എടുത്ത് സംസാരിക്കാം. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു 650 mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബാറ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ചാർജിൽ തന്നെ, അതായത് ഒരു തവണ നമ്മൾ ഈ ഒരു ഇയർ പീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1.5 സിനിമ, അതായത് ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കോള് ചെയ്യണമെന്നുണ്ടെങ്കിലും ഏകദേശം അത്ര തന്നെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കേസിന്റെ ചാർജും കൂടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 13 മണിക്കൂറോളം നമുക്കിത് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് കേസ് വൺസ് നമ്മളുടെ ഇയർ പീസിലെ ചാർജ് തീർന്ന് നമ്മളത് കേസിൽ വെച്ച് ഫുൾ ചാർജ് ചെയ്ത് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്തരത്തിൽ നമുക്ക് ഏകദേശം ഒരു 12-13 മണിക്കൂറോളം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ചാർജിങ്ങിൽ അവരൊരു പുതിയ ASAP ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 90 മിനിറ്റ് ഇത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു പുതിയൊരു ഫീച്ചർ, പുതിയതെന്നല്ല, നമ്മളുടെ ക്വിക്ക് ചാർജർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈറ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം അത്യാവശ്യം കോള് ചെയ്യുക, സിനിമ കാണുക, പാട്ട് കേൾക്കുക, അത്തരത്തിലുള്ള ഒരു ആവശ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 100% ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങൾക്കിത് വാങ്ങാം. അത് ഇത് ഹാഫ് ഇൻ ഇയർ ആണ്. നിങ്ങളുടെ ചെവിക്ക് ഇത് സ്യൂട്ട് ആവുമോ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് പുറമെ മറ്റെവിടെന്നെങ്കിലും ട്രൈ ചെയ്ത് കൂട്ടുകാരുടെ ആരുടെന്നെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക. കാരണം അത് എൻ്റെ ചെവിക്ക് ഒട്ടും സ്യൂട്ടല്ല. അപ്പോൾ പിന്നെ നിങ്ങളൊരു ഹെവി യൂസർ ആണെങ്കിൽ, അതേപോലെ തന്നെ ഗെയിമിങ്ങോ അതേപോലെ തന്നെ ജിമ്മ് ഒരു ആക്റ്റീവ് ടൈമിന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടും 1% പോലും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഇത് ചെവിട്ടിൽ നിന്ന് ചാടിപ്പോവും. അതേപോലെ തന്നെ ലേറ്റൻസി നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളിത് വാങ്ങിയിട്ട് ഇപ്പോൾ വാങ്ങിയവർ ലൈറ്റൻസിയുടെ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് സൗണ്ട് ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഫോണിലെ ബ്ലൂടൂത്ത് ഒന്ന് റീകണക്ട് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്യുക, ഓൺ ആക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഇത് ഒരു ഹെവി യൂസർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ 2 സൈഡിലുള്ള ബട്ടണിലാണ് സിറി അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് പറ്റും. ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു TWSനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചെയ്താൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഹെവി യൂസർ ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ ആവശ്യം ചെറുതാണ് എന്നുണ്ടെങ്കിൽ സിനിമ കാണുക, പാട്ട് കേൾക്കുക, അത്തരത്തിലുള്ളതാണ്. ചെറിയ രീതിയിൽ കോൾ ചെയ്യുക. പാട്ടെല്ലാം നല്ല ബേസ് എല്ലാം നല്ല സൂപ്പറാണ്. നല്ല ബാക്കപ്പും വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. താങ്ക് യു.